നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പഴയ തിരുവനന്തപുരമായിരിക്കാം, പക്ഷെ മേയർ പഴയ മേയർ അല്ല. ഇന്ന് രാവിലെ തിരുവനന്തപുരം നഗരം കണ്ടത് അതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ അടിവേരറുക്കാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ആ ഓപ്പറേഷൻ മുന്നേറിക്കൊണ്ടിരിക്കവെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തരമൊരു മുന്നേറ്റം ഉണ്ടാകുന്നത്. അതായത് തിരുവനന്തപുരം നഗരസഭ ആദ്യമായി കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പദ്ധതിക്ക് ആദ്യമായി കൈകൊടുത്തിരിക്കുകയാണ്. ലഹരി മാഫിയയെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും തിരുവനന്തപുരം നഗരസഭയുടെ പിന്തുണയുണ്ടാകും എന്ന് മേയർ വി രാജേഷ് അറിയിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇന്ന് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിൽ തന്നെ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറ്റു രാധാകൃഷ്ണന്റെ അടക്കമുള്ള നേതൃത്വത്തിലാണ് ഇന്ന് ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടം തുടങ്ങിവെച്ചത്. നാളെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നഗരത്തിലെ സ്കൂളുകളെല്ലാം തുറക്കുകയാണ്. അതിന് മുന്നോടിയായി നഗരത്തിന്റെ പല കേന്ദ്രങ്ങളിലും കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുണ്ട് എന്ന രഹസ്യ വിവരം കോർപ്പറേഷനിലും അതുപോലെ തന്നെ മേയർ വി രാജേഷിനും ലഭിക്കുന്നു. ആ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില കേന്ദ്രങ്ങളിൽ മേയർ വി രാജേഷ് പോലീസിനോടൊപ്പം എത്തി പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയിൽ ചില പെട്ടിക്കടകളിൽ നിന്നും നിരോധിത ലഹരി വസ്തുക്കളുടെ വൻ ശേഖരം കണ്ടെത്തി എന്നുള്ളതാണ് ഇന്ന് തിരുവനന്തപുരം നഗരം കാണുന്ന കാഴ്ച. നാളെ സ്കൂൾ തുറക്കുമ്പോൾ വിവിധ ഭാഗങ്ങളിൽ ഉള്ള സ്കൂളുകളിൽ കുട്ടികൾ ധാരാളം അല്ലെങ്കിൽ ഒരു 2 മാസത്തെ അവധിക്ക് ശേഷം കുട്ടികൾ അവിടെ എത്തുകയാണ്. ആ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലഹരി ഉൽപ്പന്നങ്ങളും എത്തിയിരിക്കുന്നു എന്ന അതീവ ദുഃഖകരമായ അല്ലെങ്കിൽ അതീവ ഗൗരവമേറിയ ഒരു വാർത്തയാണ് മേയർക്ക് ലഭിച്ചത്. അതിനെ തുടർന്നാണ് പരിശോധന ഉണ്ടായത്. ഈ പരിശോധനയിൽ പാൻ മസാല ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുള്ള നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ വൻ ശേഖരമാണ് കണ്ടെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരുടെയും മേയറുടെയും ഒക്കെ നേതൃത്വത്തിൽ, പോലീസുകാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന ആരംഭിച്ചത്. പരിശോധനയിൽ തന്നെ നിരവധി കടകളിലാണ് ഇത്തരം ലഹരി വസ്തുക്കൾ ശേഖരിച്ചു വച്ചിരുന്നത്. പ്രധാനമായും പെട്ടിക്കടകളിലാണ്. ഈ പെട്ടിക്കടകൾ ലോട്ടറി വിൽപ്പന കേന്ദ്രങ്ങളായി മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവയാണ്. ഈ പെട്ടിക്കടകൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള പെട്ടിക്കടകൾ പകൽ ലോട്ടറി വിൽക്കുന്നു. അതിനിടയിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നു. ആ ലഹരി പദാർത്ഥം അനധികൃതമായി ലോട്ടറി വിൽപ്പനയിലൂടെ നടത്തുന്ന പെട്ടിക്കടകളെയാണ് ഇന്ന് തിരുവനന്തപുരം മേയറുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് മേയർ അറിയിച്ചിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം ഒരു വലിയ സഹകരണത്തോടു കൂടിയാണ് നഗരസഭ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ ലഹരി മാഫിയയുടെ ഒരു വലിയ സ്വാധീനമുണ്ട്. ഈ ലഹരി മാഫിയയെക്കുറിച്ചുള്ള വ്യക്തമായ വിശദ വിവരങ്ങൾ അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മേയർ പറയുന്നുണ്ട്. ഈ വിവരങ്ങൾ അനുസരിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നും മേയർ അറിയിച്ചിരിക്കുകയാണ്. അതായത് ഈ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നഗരത്തിലേക്ക് എത്തിച്ചവർ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ വൻതോതിൽ സൂക്ഷിച്ചിരിക്കുന്നവർ അവർ കൃത്യമായി തന്നെ ഈ സ്റ്റോക്ക് പോലീസിനെ ഏൽപ്പിച്ച് കീഴടങ്ങുകയാണ് വേണ്ടത് എന്നാണ് ഇന്ന് മേയർ പറഞ്ഞത്. അല്ലാത്ത പക്ഷം കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന് മേയർ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വലിയ ലഹരി മാഫിയയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ, വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ലഹരി വ്യാപനം തുടരാൻ അനുവദിക്കില്ല എന്നുമാണ് തിരുവനന്തപുരം മേയർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. മേയർ വി രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ മുതൽ, അതായത് നാളെ സ്കൂളുകൾ തുറക്കാനിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളുടെ പരിസര പ്രദേശങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ കടകളിൽ, ഇത്തരം പെട്ടിക്കടകളിലാണ് ലഹരി പദാർത്ഥങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് മധുരപലഹാരം നൽകും പോലെ ലഹരി നൽകുന്ന മാഫിയ സംഘത്തെ ഒരു കാരണവശാലും തിരുവനന്തപുരം നഗരത്തിൽ വാഴിക്കില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇന്ന് തിരുവനന്തപുരം മേയർ നൽകുകയുണ്ടായി. മാത്രമല്ല, ഇത്തരം പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം ഉണ്ടാകും. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവയാണ് ഇത്തരത്തിലുള്ള പെട്ടിക്കടകളെല്ലാം തന്നെ. അതിൽ നിയമവിധേയമായ കച്ചവടങ്ങളാണ് നടക്കുന്നത് എങ്കിൽ തീർച്ചയായും അവർക്ക് ലൈസൻസ് അങ്ങോട്ട് കൊടുക്കാനുള്ള നടപടികൾ പോലും കോർപ്പറേഷൻ സ്വീകരിക്കും. പക്ഷേ നിയമവിരുദ്ധമായ, സാമൂഹ്യ വിരുദ്ധമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
കാര്യങ്ങൾ ചെയ്താൽ ആ കടകളടക്കം പിടിച്ചെടുക്കുമെന്നും ഇന്ന് നിരവധി ട്രക്കുകളിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തന്നെ ട്രക്കുകളിലാണ് ഇത്തരം കടകൾ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിലെല്ലാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു. നാളെ സ്കൂൾ തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിൽപ്പനയ്ക്കായി വൻതോതിൽ നഗരത്തിൽ എത്തിച്ചിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങളിൽ ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ലഹരി സംഘത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ മാഫിയയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇന്ന് കോർപ്പറേഷന്റെ പക്കലുണ്ട്. ആരാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്, ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളുണ്ട് എന്നാണ് മേയർ വി രാജേഷ് പറയുന്നത്. വരും ദിവസങ്ങളിൽ വിശദമായ പരിശോധനയും നടപടിയും ഉണ്ടാകും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് വ്യത്യസ്തമാർന്ന ഒരു പരിപാടിയിലൂടെ മേയർ തിരുവനന്തപുരത്ത് ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം നടത്തിയത്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് ഏതാണ്ട് 5000-ഓളം സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാൻ കോർപ്പറേഷന് സാധിച്ചിരുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന് സാധിച്ചിരുന്നു. അതിൻ്റെ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. വലിയ രീതിയിൽ ജനകീയ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ കയ്യടിയും നേടിയ ഒരു പദ്ധതിയായിരുന്നു അത്. ഇന്നലെ മേയർ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 5000-ഓളം കുട്ടികൾക്ക് ഉന്നത നിലവാരമുള്ള സ്കൂൾ ബാഗും പുസ്തകങ്ങളും മറ്റ് സ്കൂൾ ഉൽപ്പന്നങ്ങളും അടങ്ങുന്ന കിറ്റാണ് ഈ 5000-ഓളം കുട്ടികൾക്ക്, നിർധനരായ കുട്ടികൾക്ക് നൽകിയത്. നഗരസഭാ പരിധിയിൽ വരുന്ന 100ഓളം സ്കൂളുകളിലാണ് ഇത്തരത്തിലുള്ള കിറ്റ് വിതരണം നടത്തിയിട്ടുള്ളത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ ഈ പദ്ധതി വലിയ ജനകീയമാവുകയായിരുന്നു. മേയർ കെയർ എന്ന പേരിലാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. അതായത് ഈ പദ്ധതിക്കായി കോർപ്പറേഷന്റെ തനത് ഫണ്ടിൽ നിന്നും ഒരു രൂപ പോലും എടുക്കുന്നില്ല. മറിച്ച് ഇതെല്ലാം CSR ഫണ്ട് വഴിയും പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയും ഒക്കെ കണ്ടെത്തുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പഠനോപകരണ വിതരണം നടത്തുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മേയർ അറിയിച്ചിരുന്നു. ഇത്തരത്തിലൊരു പ്രവർത്തന മാതൃകയ്ക്ക് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയിൽ തുടക്കം കുറിക്കുന്നത്. പഠനോപകരണ വിതരണം വിവിധ സന്നദ്ധ സേവാ സംഘടനകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു നഗരസഭ അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. മാത്രമല്ല, ഈ പദ്ധതിക്ക് ആവശ്യമായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് അത് വെറുതെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്തു, അങ്ങനെയൊന്നുമല്ല. തീർത്തും ശാസ്ത്രീയമായി, തീർത്തും ഔദ്യോഗികമായിട്ടാണ് ഈ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുട്ടികളെ കണ്ടെത്തുന്നത്. അതായത് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ലിസ്റ്റുകൾ അനുസരിച്ചിട്ടാണ് അർഹരായ വിദ്യാർത്ഥികളെ കോർപ്പറേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പഠനോപകരണ വിതരണം കഴിഞ്ഞ ദിവസം നടന്നത്. ആ പഠനോപകരണ വിതരണം വലിയ ജനകീയ പദ്ധതിയായിരുന്നു. ജനങ്ങളുടെ കയ്യടി നേടിയ ഒരു പദ്ധതിയാണ്. തൊട്ടു പിന്നാലെയാണ് മേയർ ഇപ്പോൾ ഈ കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ വലിയ ചുവട് വച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും അതോടൊപ്പം തന്നെ ടൗൺ പ്ലാനിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പാറ്റൂർ രാധാകൃഷ്ണന്റെ കൂടി നേതൃത്വത്തിലാണ്. അതായത് അദ്ദേഹത്തിന് ഈ ലഹരി മാഫിയയെ ഉന്മൂലനം ചെയ്യാനുള്ള ചുമതല നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ മേയർ വി രാജേഷ് പറഞ്ഞത്. ആ രീതിയിൽ ലഹരി മാഫിയയ്ക്കെതിരെ കർശനമായ പോരാട്ടം ഇന്ന് തുടങ്ങി വച്ചിരിക്കുകയാണ്. സത്യത്തിൽ കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പാണ് ഇത്തരത്തിലൊരു പരിപാടി അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഒരു വലിയ ഓപ്പറേഷൻ തുടങ്ങി വെച്ചത്. അത് ആദ്യമായി ഒരു നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും ഒക്കെ പങ്കാളിത്തത്തോടു കൂടി വളരെ വിജയകരമായി തിരുവനന്തപുരം നഗരത്തെ ഒരു ലഹരി വിമുക്ത നഗരമാക്കി മാറ്റുകയാണ് ലക്ഷ്യം എന്നാണ് തിരുവനന്തപുരം നഗരസഭ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ മേയർക്ക് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന തുടരുകയാണ്. എത്രത്തോളം ക്വാണ്ടിറ്റിയിലുള്ള അല്ലെങ്കിൽ എത്രത്തോളം നിരോധിത ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്കുകൾ വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കുമെന്നും മേയർ വെളിപ്പെടുത്തുന്നു.